വിശദാംശങ്ങളുമായി മുണ്ടക്കയിൽ നിന്നും അരുൺ വിൻസെന്റ് തത്സമയം ചേരുകയാണ്. അരുൺ മുണ്ടക്കയിലാണുള്ളത്. അരുൺ, കൃത്യം ഒരു വർഷം മുൻപ് സർവ്വ മനുഷ്യരുടെയും എല്ലാം തകർത്തെറിഞ്ഞ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. ആ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം അരുണിന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് ഈ മനുഷ്യർ ആ ഒരു ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, കേൾക്കാമോ? കേൾക്കാം. തീർച്ചയായും ഈ ഒരു വർഷം കഴിയുമ്പോൾ എന്താണ് മുണ്ടക്കയിൽ നിന്ന് നൽകാനാവുന്ന വിവരങ്ങൾ? അനന്തു, സമാനതകളില്ലാതെ ദുരന്തം വിധിച്ച മുണ്ടക്കയിലാണ് നിൽക്കുന്നത്. എന്റെ തൊട്ട് പുറകിലാണ് പുന്നപ്പുഴ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ജൂലൈ 30 പുലർച്ചെ 1:45 ആദ്യ ഉരുൾ ഉണ്ടാകുന്നത്. ഈ പുന്നപ്പുഴയിൽ നിന്നും ഒഴുകിയെത്തിയ ആ കല്ലും മണലും ഈ താഴേക്ക് പോവുകയായിരുന്നു. തൊട്ട് പിന്നാലെ ഉണ്ടായ ഉരുൾ, ആ ഉരുളാണ് മുണ്ടക്കയും ചൂരൽമലയും തുടച്ചു മാറ്റിക്കൊണ്ട് ഏകദേശം 28 കിലോമീറ്റർ അപ്പുറയുള്ള നിലമ്പൂർ വഴി ഒഴുകി പോകുന്നത്. നിരവധി മൃതദേഹങ്ങൾ ഒഴുകിപ്പോയൊരു കാഴ്ച. അങ്ങനെ ദുരന്ത മേഖലയിൽ അത്രമേൽ ആളുകൾ കഷ്ടപ്പെട്ടൊരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന 298 പേരുടെ ജീവനുകളാണ് ആ മഹാദുരന്തം എടുത്തുകൊണ്ട് പോയത്. ഇനിയും നിലവിൽ 33 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. നിലവിൽ 33ഓളം കുട്ടികൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സങ്കടകരമായ കാഴ്ച. അങ്ങനെ ആ ദുരന്ത മേഖലയെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ ഞെട്ടൽ മാറില്ല എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഇവിടേക്കൊന്നും നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം മണ്ണ്, ചെളിയും കല്ലൊക്കെ അടഞ്ഞുകൂടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അല്പമൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, എന്റെ തൊട്ടിപ്പുറ കാണുന്ന മുണ്ടക്കയിലെ പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്. ഏകദേശം ഈ പുന്നപ്പുഴയിൽ നിന്നും കിലോമീറ്ററുകൾ അങ്ങനെ ഉയരത്തിൽ നിൽക്കുന്ന ആ പള്ളിയാണ്. ആ പള്ളിയുടെ മുകളിലൂടെ പോലും ചെളിയും മണ്ണും ഒഴുകിപ്പോയി. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഭീകരത എത്രമാത്രമുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, പുഞ്ചിരിമട്ടം ഒഴുകി വന്ന മണ്ണും ചെളിയും അത് ഈ പള്ളിയുടെ മുകളിലൂടെ അതിന് തൊട്ട് സമീപത്തായി വലിയൊരു കല്ല് നിൽക്കുന്നുണ്ട്. അത് ആ മലമുകളിൽ നിന്നെത്തിയ ഒരു കല്ലാണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് പറയുന്നത് ഇത്തരം ഒരു വലിയ കല്ല് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രമേൽ വലിയൊരു കല്ല് പോലും ഈ റോട്ടിൽ വന്നു നിൽക്കുകയാണ്. ആ കല്ല് പോലും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ സമീപത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ മേലേക്ക് കടത്തിവിടുന്നത്. കാരണം അത്ര വലിയ കല്ലാണ് അവിടെ വന്ന് പതിച്ചിരിക്കുന്നത്. ആ മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന കല്ലാണ്. നമുക്കറിയാം, ആ പുന്നപ്പുഴ അത്ര താഴെ നിൽക്കുന്നു. അവിടെ നിന്നും ഇത്ര ഉയരത്തിലാണ് ഈ കല്ലൊക്കെ നിൽക്കുന്നത്. ആ മുസ്ലിം പള്ളി അത്ര ഉയരത്തിൽ നിൽക്കുന്നു. അത്രമേൽ വലിയ ദുരന്തമാണ് ഈ പ്രദേശത്ത് വിധിച്ചത്. അതിന്റെ ആ നെടുക്കം ഇതുവരെ ആളുകൾ വിട്ടുമാറിയിട്ടില്ല. കാരണം ഇതിനെപ്പറ്റി ഈ മഴ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴയായിരുന്നു വയനാട്ടിൽ. ഈ മഴ സമയത്തൊക്കെ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം വലിയ വേദന അവർ പങ്കുവെക്കുകയാണ്. കാരണം തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വലിയ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണങ്ങൾ നടക്കുകയാണ്. മാതൃകാ വീടിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ശരി, വ്യക്തമാണ്. എന്തായാലും ദുരന്തം തകർത്തെറിഞ്ഞ മുണ്ടക്കയിൽ നിന്നുമാണ് അരുൺ വിൻസെന്റ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഒരു വർഷം മുൻപുള്ള ദുരന്തത്തിന്റെ എല്ലാ ദുരിതങ്ങളും ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നമുക്ക് ആ നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്.